എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 30ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. അപ്പോൾ 29ാമത്തെ ലെസണോടുകൂടി നമ്മൾ സപ്തതാള അലങ്കാരങ്ങൾ വായിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ഗീതം ശ്രീ പുരന്ദരദാസർജി എഴുതിയ മായാമാളവ ഗൗള രാഗത്തിൻ്റെ ജന്യരാഗമായ മലഹരിയിലുള്ള ഒരു ഗീതമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് വായിക്കാവുന്ന ഒരു ഗീതമാണ്. ഞാൻ ക്യാമറയിലൂടെ വളരെ സ്ലോ ആയിട്ട് അതിൻ്റെ നോട്ട്സ് എവിടെയാണ് വായിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒന്നാം പാദം തന്നെ 2 തവണ കൂടി വായിച്ചു കഴിഞ്ഞാൽ ആ ഗീതം പൂർണ്ണമാകും. ശ്രീഗണനാഥ എന്ന് തുടങ്ങുന്ന ഒരു ഗീതമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 15ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗളരാഗത്തിൻ്റെ ജന്യരാഗമായ മലഹരി എന്ന ജന്യരാഗത്തിലാണ് നമ്മൾ ഈ ഗീതം പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ സ്വരസ്ഥാനം എന്ന് പറഞ്ഞാൽ ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തര ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം. ഇത് വായിക്കുന്നത് അതിൻ്റെ ആരോഹണവും അവരോഹണവും സാരി മാപ്പ ദ സ ദ പ മ ഗ രി സ. അപ്പോൾ നമുക്ക് അത് വായിക്കുന്നത് ഒന്ന് നോക്കാം. അവരോഹണം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആരോഹണവും അവരോഹണവും വായിക്കുന്നത് ഈ ഗീതത്തിന് 3 പാദങ്ങളുണ്ട്. ആ ഒന്നാമത്തെ പാദം തന്നെ നമ്മൾ അതിലെ നോട്ടുകൾ റിപ്പീറ്റ് ചെയ്യുകയാണ് 2, 3ലേക്കും. അപ്പോൾ ആ ഗീതം പൂർണ്ണമാകും. നിങ്ങൾ ദയവായിട്ട് സുരേഷ് നാരായണൻ സർ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്ക്, അതിൻ്റെ ഭാഗം 1ഉം 2ഉം ഉണ്ട്. അതിലൊന്ന് നിങ്ങൾ വായിക്കണം. അതിനകത്ത് ഈ ഗീതമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ അത് എളുപ്പമാണ്. അപ്പം ഇത് രൂപക താളമാണ്, രൂപക താളത്തിലുള്ള ഗീതമാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ആദ്യം മ പ ദ സ രി രി സ ദ പ മ. ഇതാണ് ഒന്നാമത്തെ ലൈൻ. അതായത് ശ്രീ ഗണനാഥ സിന്ദൂര വർണ്ണ. അപ്പം അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ അവരോഹണത്തിലേക്കാണ് ഇത് പോകുന്നത്. ഒന്നുകൂടെ കാണുക. മ പ ദ സ
5 ഒക്ടീവുള്ള കീബോർഡിൽ മൂന്നാമത്തെ ഒക്ടീവിൽ നിന്ന് തുടങ്ങും ഈ മപ്പാദ സാരി. ആ രീസ എന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ 4ാമത്തെ ഒക്ടീവിലെയാണ് നമ്മൾ രീസ വായിക്കേണ്ടത്. അപ്പോൾ ഇത്ര നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ. അതിനുശേഷം അടുത്ത നൊട്ടേഷൻ എന്ന് പറയുന്നത് രീ മാ പ ദ മാ പ ദ പ മാ ഗ രീ സ. അതിൻ്റെ സാഹിത്യം കരുണാസാഗര കരിവദന. തൊണ്ടയ്ക്കൊരു ചെറിയ അടപ്പുണ്ട്, അതുകൊണ്ടാണ് ചില സൗണ്ട് മോശം. അപ്പോൾ രണ്ടാമത്തെ ലൈൻ രീ മാ പ ദ മാ പ ദ പ മാ ഗ രീ സ. അതിൻ്റെ സാഹിത്യം കരുണാസാഗര കരിവദന. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ലൈൻ ലംബോദര ലഘുമികര സാരി മാഗരി സാരി ഗരി സ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടി. അതിനുശേഷം 4ാമത്തെ ലൈൻ അംബാസുത ആമരവിനൂത. അതിൻ്റെ നൊട്ടേഷൻ രീ മാ പ ദ മാ പ ദ പ മാ ഗ രീ സ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 5 വിരൽ മാത്രം കൊണ്ട് വായിച്ച് തീർക്കുകയാണെങ്കിൽ 5 യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പഴയ പോലുള്ള പാറ്റേൺ 3+5 ആ പാറ്റേൺ എടുത്തോണം. അപ്പം നമുക്ക് നോക്കാം. ഒന്നുകൂടെ. വീണ്ടും ലംബോദര ലഘുമികര. അതിൻ്റെ നൊട്ടേഷൻ സാരി സാരി മാഗരി സാരി ഗരി സ. ഒരു തവണ കൂടെ. ഈ
ഈ 5 ലൈൻ നൊട്ടേഷൻ 2 തവണ കൂടി നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഈ ഗീതം പൂർണ്ണമാകുകയുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സിദ്ധചാരണ ഗണസേവിത സിദ്ധിവിനായക തേ നമോ നമ. അത് കഴിഞ്ഞാൽ ഒന്നാമത്തേലെ തന്നെ ലംബോദര ലേക്കുമികര അംബാസുത ആമര വിനോദ ലംബോദര ലേക്കുമികര. അതുകൊണ്ടാണ് രണ്ടാമത്തെ പാദത്തിൽ 2 ലൈനുകൾക്ക് ശേഷം ലംബോദര എന്നെഴുതിയിട്ട് വിട്ടേക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തേത് സകല വിദ്യാദി പൂജിത സർവോത്തമ തേ നമോ നമ ലംബോദര ലേക്കുമികര അംബാസുത ആമര വിനോദ ലംബോദര ലേക്കുമികര. അതോടുകൂടി അത് തീരും, ആ ഗീതം പൂർണ്ണമാകും. അപ്പം ഒന്ന് നമുക്ക് ഒരു തവണ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് മാത്രം, ഒന്നാമത്തെ പാദം. നിർത്തിയേക്കണം. 3 പാദം വായിച്ചതിന് ശേഷം വീണ്ടും മാ പാദ സ അങ്ങനെ തീർത്തേക്കണം. ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ ഗീതമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3ാമത്തെ ഒക്ടീവിൽ നിന്നും 4ാമത്തെ ഒക്ടീവിലെ സ
ഇങ്ങനെ വായിക്കുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് വായിക്കാനും. അപ്പോൾ ആദ്യത്തെ ഗീതം മലഹരി ജന്യരാഗത്തിലുള്ളത് നമ്മൾ പഠിച്ചു. എല്ലാവരും കീബോർഡിൽ വായിക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ കീബോർഡ് എളുപ്പമാണ് വായിക്കാൻ. ഇപ്പോൾ വയലിനിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒക്ടീവ് മാറ്റി പിടിക്കണം. അതിൻ്റെ ഇതങ്ങനല്ല. ഒരു തേർഡ് ഒക്ടീവിൽ നിന്നും ഫോർത്തിലേക്ക് പോയാൽ ഏതായി? താരസ്ഥായിയായി. ഫോർത്തിൽ നിന്നും ഫിഫ്ത്തിലേക്ക് പോയാൽ അതിതാരസ്ഥായിയായി. ആദ്യം ഇടത്ത വശത്തു നിന്നും വിടുന്ന 3 ഒക്ടീവ് അതിമന്ത്രസ്ഥായി, മന്ത്രസ്ഥായി 2 ഒക്ടീവാണ് നമ്മൾ വിടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മധ്യസ്ഥായി, താരസ്ഥായി, അതിതാരസ്ഥായി, അങ്ങനെയാണ് പോകുന്നത്. ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വായിക്കാനൊക്കും. അധികം വ്യൂവേഴ്സൊന്നുമില്ല, എങ്കിലും ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത ഒരു ക്ലാസ്സുമായി നമ്മൾ കാണുന്നിടം വരെ നിങ്ങളോടെല്ലാവരും ഞാൻ തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.